പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ്. പത്രോസ് തടവറയിൽ കിടക്കുമ്പോൾ കർത്താവ് തന്റെ ദൂതനെ അയച്ച് അവനെ അത്ഭുതകരമായി വിടുവിച്ചു. പുറത്തു വന്ന പത്രോസ് വളരെ വ്യക്തമായ തിരിച്ചറിവോടെ ഇങ്ങനെ പറയുന്നു: കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹേരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഇതേ ദൈവിക ഇടപെടലുകൾ സംഭവിക്കുവാൻ പോവുകയാണ്. പത്രോസ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് തടവറയിൽ ആയിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും പലതര കാരാഗ്രഹങ്ങളുണ്ട്. സമാധാനമില്ലാത്ത കുടുംബ സാഹചര്യങ്ങൾ, കടബാധ്യതകൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, അല്ലായെങ്കിൽ നിരാശയും പാപവും നിറഞ്ഞ ആത്മീയ ബന്ധനങ്ങൾ. ഇവയെല്ലാം പത്രോസിനെ പോലെ നമ്മെയും വരിഞ്ഞു മുറുക്കിയിരിക്കാം. എന്നാൽ പത്രോസിനെ വിടുവിച്ച അതേ ദൈവകരം ഇന്ന് നമ്മുടെ ഈ തടവറകളും തുറക്കുവാൻ പോകുകയാണ്. വിശ്വസിക്കുക, ഹേരോദാവിന്റെ ആയുധങ്ങൾക്കോ കാവൽക്കാർക്കോ ദൈവദൂതനെ തടയുവാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. നമ്മുടെ സാഹചര്യങ്ങൾ എത്ര കഠിനമാണെങ്കിലും വിടുവിക്കുവാൻ കഴിവുള്ള ദൈവം തന്റെ ദൂതന്മാരെ നമ്മുടെ അടുത്തിലേക്ക് അയക്കും. മനുഷ്യന്റെ പ്രതീക്ഷകൾ കൈവിട്ടെടുത്താണ് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. പത്രോസിനെ ബന്ധിച്ച ചങ്ങലകൾ താനെ അഴിഞ്ഞു വീണതുപോലെ നമ്മുടെ ജീവിതത്തിലെ സകല ചങ്ങലകളും കർത്താവിന് അഴിക്കുവാൻ പോകുന്നു. പ്രിയപ്പെട്ടവനെ, പത്രോസ് തടവറയിൽ ഉറങ്ങുകയായിരുന്നു. കാരണം അവന് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഭാരപ്പെടേണ്ടതില്ല. നമ്മൾക്കായി സ്വർഗം തുറന്നിരിക്കുന്നു. ദൈവം തന്റെ ദൂതന്മാരെ നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് അയക്കുന്നു. സകല പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് നമ്മൾ കരുതുന്ന ഇടത്തു നിന്ന് ദൈവം നമ്മെ സമാധാനത്തോടെ പുറത്തു കൊണ്ടുവരും. ഈ വലിയ പ്രത്യാശയോടെ നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പത്രോസിനെ അത്ഭുതകരമായി വിടുവിച്ച ദൈവമേ, ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരിലേക്കും അവിടുത്തെ വിടുതൽ ഇന്ന് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല പ്രതീക്ഷകളും അസ്തമിച്ചെന്ന് കരുതുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അവിടുത്തെ ദൂതന്മാരെ അയക്കണമേ. ഭൗതികവും ആത്മീയമായ സകല ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രരാക്കി അവിടുത്തെ വലിയ സമാധാനത്തിൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ എല്ലാവരും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.